അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. CA2 മീഡിയയുടെ പ്രഥമ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മുടെ വീഡിയോസ് കണ്ടിരുന്നവർക്കറിയാം, നമ്മുടെ ചാനലിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ചുരുങ്ങിയ മിനിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക് നസീഹത്തുകളും അതുപോലെ ഇസ്ലാമിക് പാട്ടുകളും ഒക്കെയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയാണ്. അതായത് ഞങ്ങൾ ഇന്ന് അജ്മീർ യാത്ര പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസും വിഷ്വൽസുകളും ഒക്കെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാം എന്ന് കരുതുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഞാൻ ഉമ്മയോടും ഉപ്പയോടും ഒക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എത്രയോ ആളുകൾ വീട്ടിൽ യാത്ര പറഞ്ഞ് ഇറങ്ങി, പക്ഷേ അത് അവരുടെ അവസാനത്തെ യാത്രയായിരുന്നു എന്ന ഒരു ദുരവാർത്ത അല്ലെങ്കിൽ ദുഃഖവാർത്ത അറിയേണ്ടി വന്ന എത്രയോ ഉമ്മമാർ ഉപ്പമാരുടെ സംഭവങ്ങൾ നമ്മൾ ദിനേന പത്രമാധ്യമങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയകളിലും ഒക്കെ അറിഞ്ഞവരാണ്. ഏതായാലും അല്ലാഹു തആല ഞങ്ങളുടെ ഈ ഒരു യാത്ര പൂർത്തീകരിച്ച് തിരിച്ച് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏത് സമയവും നമ്മൾ മരിക്കേണ്ടവരാണ്. സാധാരണ നമ്മുടെ ആയുസ് കണക്കാക്കൽ 60 ആണെങ്കിലും അല്ലാഹു നമുക്ക് എത്രയാണോ കണക്കാക്കിയിട്ടുള്ളത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഈ ഒരു സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ് ഞങ്ങളുടെ ഷെയ്ഖുന റഈസുൽ ഉലമ ഉസ്താദ് അവറുകൾ. മഹാനവറുകൾ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, ഞാൻ 60 വയസ്സിന് ശേഷം ഒരാളിൽ നിന്നും പൈസ കടം വാങ്ങിയിട്ടില്ല. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താന്ന് വെച്ചാൽ, മഹാനവറുകൾ മരണത്തിന് വേണ്ടി ഏത് സമയവും തയ്യാറായിരിക്കുകയാണ് എന്ന ഒരു വലിയ സന്ദേശമാണ് നമുക്കതിൽ നിന്നും മനസ്സിലാകുന്നത്. ഏതായാലും മഹാനവറുകളുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ജീവിതം തന്നെ നന്നാക്കി തരുമാറാവട്ടെ. ഇപ്പോൾ സമയം ഏകദേശം 8 മണി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിന്ന് 4 പേര് കൂടിയിട്ടാണ് അജ്മീർ പോകുന്നത്. അതിൽ 2 സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ദർസിലുണ്ടായിരുന്നവർ തന്നെയാണ്. പിന്നെ മറ്റേ സുഹൃത്തിൻ്റെ നാട് കൊടുങ്ങല്ലൂരാണ്. പിന്നെ ഇവർ എൻ്റെ നാട്ടിൽ നിന്നും ഏകദേശം 10-12 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ അവർ എൻ്റെ നാട്ടിലേക്ക് എത്തുമ്പോൾ വിളിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് ട്രെയിൻ കയറുന്നത്. മറുസാഗർ, അതായത് നമ്മുടെ അജ്മീർ സ്പെഷ്യൽ വണ്ടിയായ മറുസാഗറിലാണ് യാത്ര. രാത്രി ഏകദേശം ഒരു 9 മണി 9:30 തോന്നുന്നു. ഏതായാലും നമുക്ക് യാത്രകൾ വഴിയെ കാണാം. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം അവരുടെ ബസ് വന്നു. ഞാൻ കയറി അവരെ കണ്ടു. പക്ഷേ സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് നല്ല ദേഷ്യമുണ്ടായിരുന്നു അവരോട്. കാരണം അവർ 1 മണിക്കൂറോളം വീട്ടിൽ നിന്നും ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാൻ 1 മണിക്കൂറിലധികം ഇവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അതൊന്നും നമുക്കൊരു വിഷയമായില്ല. ഞങ്ങളങ്ങനെ സന്തോഷത്തോടെ യാത്ര അങ്ങനെ തുടങ്ങുന്ന ഒരു കാഴ്ചയാണിത്. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂറിലധികം ബസ് യാത്ര ചെയ്ത് ഇതാ തൃശ്ശൂർ റെയിൽവേയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വീഡിയോയുടെ വലതുവശത്ത് കാണുന്ന ആ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊടുങ്ങല്ലൂകാരൻ ഫാദിൽ. അങ്ങനെ അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടുമുട്ടി. അദ്ദേഹം കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും ഈ ഫാദിൽ ഉസ്താദും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഏകദേശം ഒരു 5-6 വർഷം മുമ്പ് മണ്ണാർക്കാട് ഉണ്ണീൻകുട്ടി സഖാഫിയുടെ സ്ഥാപനമായ മർക്കസുൽ അബ്റാറിൽ ഞാൻ എൻ്റെ ഒരു പെങ്ങളുടെ അഡ്മിഷന് വേണ്ടി ചെന്ന സമയത്ത് മൂപ്പരും
അവരുടെ പെങ്ങളുടെ ഒരു അഡ്മിഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരസ്പരം പരിചയപ്പെടുകയും കോൺടാക്റ്റ് നമ്പർ ഷെയർ ചെയ്യുകയും പിന്നീട് അതൊരു വലിയ ബന്ധത്തിലേക്ക് നയിക്കുകയും അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനൊരു യാത്രയിലേക്കൊക്കെ അത് നയിച്ചത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ കോളേജിൽ അഥവാ കേരളത്തിലെ ഏറ്റവും വലിയ മത സ്ഥാപനങ്ങളിൽ ഒന്നായ ജാമിയ ഇഹ്യാ ഉസ്സുന്നയിൽ മുഖ്തസർ ബാച്ചിൽ അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇൻഷാ അല്ലാഹ് ഒരു 3 വർഷത്തിന് ശേഷം അദ്ദേഹം അവിടെ നിന്നും അഹ്സനി ബിരുദം വാങ്ങി പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങും. അല്ലാഹു തആല അതിനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ സമയം 9:40 അതാ നമ്മുടെ മറുസാഗർ വരുന്ന അനൗൺസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത വോയിസ് ക്ലിയർ അല്ലാത്തത് കൊണ്ട് പിന്നീട് സെപ്പറേറ്റ് വോയിസ് റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇതാ നമ്മുടെ കോച്ച് നോക്കി ഇതാ അതിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ മറുസാഗർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ സീറ്റ് നമ്പർ അന്വേഷിച്ച് കണ്ടെത്തി. സീറ്റ് നമ്പർ D1-ൽ 45, 46, 47 തുടങ്ങിയ നമ്പറുകളായിരുന്നു. പക്ഷേ അവിടെ വന്ന സമയത്ത് അവിടെ അന്യ സംസ്ഥാന ഒരു ഫാമിലി ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവരാണെങ്കിൽ പറഞ്ഞിട്ട് മാറുന്നുമില്ല. ഏതായാലും TTR വന്ന് സംസാരിച്ച് ശരിയാക്കാമെന്ന രീതിയിൽ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ യാത്ര ഒന്നും കുഴപ്പമൊന്നുമില്ല. നല്ല റാഹത്തോടു കൂടി തന്നെ ഞങ്ങൾ ഇരിക്കാനൊക്കെ സൗകര്യം കിട്ടി. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഫാദിലിൻ്റെ ഉമ്മ ഞങ്ങൾ 4 പേർക്കുമുള്ള ഭക്ഷണം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉമ്മക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.